ഓർമ്മയുണ്ടോ യുമുഖം സുരേഷ് ഗോപി? ഷിറ്റ്. ഇപ്പോഴും അയാൾ ആ സിനിമ സ്റ്റൈലിലാണ്. ഞാൻ പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിനെ പറ്റിയിട്ടാണ്. ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, ഈ ഷിറ്റ് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ ലൊക്കേഷനിൽ തന്നെയാണുള്ളത്. എപ്പോഴും ഒരു ഗുണ്ടയാണ്, ഞാൻ റൗഡിയാണ്, ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്, അയാളെ നടത്തോ അയാളെ ഇരുത്തലും കണ്ട് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചർച്ച നമ്മുടെ ഫാറൂഖ് കോളേജോ മറ്റേ വഖഫ് ഭൂമിയായിട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ചുക്കും അറിയില്ല. ഇയാളൊരു MP ആണ്, ജനപ്രതിനിധിയാണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ പറയാണ് അയാളെ MP ഹൂക്ക് കൊണ്ടു അയാളെ പിൻബലം BJP മോദിജിയാണല്ലോ. പിന്നെ കാണുന്നതിനെ പേടി തോന്നുന്ന നമ്മുടെ അമിത്ഷാണല്ലോ. അമിത്ഷാനെ പേടിച്ചിട്ടാണ് ഇയാളെ ഓരോ കാര്യങ്ങളും. ഇടയ്ക്കിടയ്ക്ക് ഒരു അമിത്ഷാ അത് തന്നു, അമിത്ഷാ ഫയൽ തന്നു, അമിത്ഷാ ഇങ്ങനെ വന്നു എന്ന്. അമിത്ഷാനെ പ്രീതിപ്പെടുത്താനാണ് ഇയാൾ ഓരോ കളിയും കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയാണ് എന്നാ അത് ഒരു വാർഡുണ്ടല്ലോ, വഖഫ് പറയാൻ മടിയാണ്. ഒരു വാർഡുണ്ടല്ലോ, ഇത് കുറേ വൃത്തികെട്ട രീതിയിൽ ആ വഖഫ് ബോർഡിനെ പറ്റി പറയുന്നത്. ഇന്ന് ഇന്ത്യൻ ജനത ഞാൻ മനസ്സിലാക്കിയ 45 കോടി ഇന്ത്യൻ ജനതയുണ്ട്. അതിൻ്റെ ഒരു 30% മുസ്ലിം ഇട്ടാണ്ടെങ്കില്ല. അപ്പോൾ ഏകദേശം 35 കോടി അധികം മുസ്ലിമുള്ള രാജ്യമാണ് ഇവിടെ. അപ്പോൾ ഒരു സമുദായത്തിന് ടാർച്ച് ചെയ്തിട്ട് ഈ ഉണക്കപ്പുണ്ണാക്ക് പോലത്തെ ഈ സുരേഷ് ഗോപി എന്ത് പറയാന്, അതിന് ഞാൻ ഇന്ത്യയിലേക്ക് ഇല്ലാണ്ടായിക്കോളൂ. ഇയാൾ ആരാടാവുക? ഇയാളെ തന്തൻ്റെ വകയാണോ ഇവിടുത്തെ മുസ്ലിംസ്, ഇവിടുത്തെ വഖഫ് ബോർഡ്, ഇവിടുത്തെ നിയമങ്ങൾ? ഇവിടെ നീയും നിന്റെ BJP പാർട്ടി മാത്രമാണോ ഉള്ളത്? പുല്ലേ, നാണയില്ലടോ, ലജ്ജയില്ലേ? വഖഫ് ബോർഡൊക്കെ ഞാൻ മൂക്കിൽ വലിച്ചാലോ? ആടോ നീ മൂക്കിൽ വലിക്ക് കാണട്ടെ. പ്രകോപനപരമായി പറഞ്ഞ ഏത് തെണ്ടിനെയും പിടിച്ചിട്ട് ഉള്ളിലിടണോ? 2 ദിവസം മുന്നേ വേറൊരു പരനാറി ഉണ്ടല്ലോ, PC ജോർജ് ഇപ്പോൾ BJP പിന്നിലുള്ള ഹോങ്കിലാണ് അയാൾ നടക്കുന്നത്. ഈ PC ജോർജ് പരനാറി ഇവിടെ ഏതെല്ലാം പാർട്ടി ഉണ്ട്, ആ പാർട്ടി കൊണ്ട് സംസാരിക്കുന്നത് കണ്ടാണ്. എല്ലാ രേഖകളും ഉണ്ട് ഇവിടെ. മുസ്ലിം ലീഗിന്റെ എല്ലാ വേദിയിലും പോകും. ഖുർആൻ ഓതും ഇയാള്. ഖുർആൻ ഓതുന്ന ശൈലിയെല്ലാം കാണുകയാണ്. അടുത്ത സീറ്റിൽ വേറെ നേതാവുണ്ടോ? അപ്പം നേതാവിനോട് ചോദിക്കുന്നത്, മുസ്ലിമിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആവില്ല, അറിയോ? അയാൾക്ക് മുസ്ലിം പാഠപുസ്തകം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇയാളെ ആ പൂഞ്ഞാറുണ്ടല്ലോ, ഇയാളെ മറ്റേടുത്ത പൂഞ്ഞാറിൽ ജയിപ്പിച്ചാരാണ്? SDPI-ക്കാരാണ്. പിന്നീട് എന്തോ ഒരു പ്രശ്നം വന്നേരം ഏതോ ഒരു ശ്രീലങ്കയിലേറ്റോ ഏതോ കാപാലികൻ, ഏതോ വൃത്തികെട്ടവൻ അവിടെ ബോംബ് പൊട്ടിച്ചാരോ ഇയാള് രാത്രി ഉണർന്നുകൊണ്ട് പറയാണ് എന്തൊക്കെയോ ഇവിടുത്തെ മുസ്ലിംസ് അതിൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞ് ചീത്ത പറയാണ്. അങ്ങനത്തെ ഒരുമാതിരി മയകുടൻ അയാൾക്കെന്തറിയാം ഇതിനെ പറ്റിയിട്ട്? നമ്മുടെ മാണി സാറിൻ്റെ ആശ്രമം തിരുമ്പി നടന്നൊരു മനുഷ്യനാണ് ഈ PC ജോർജ്. ആ മാണി സാർ പോലും മാണി സാറിൻ്റെ മോന് പുറങ്കാലം കൊണ്ട് ചവിട്ടിപ്പാച്ച് ഇപ്പോൾ ഒന്നിനുമില്ല. ഇപ്പോൾ വെറുതെ നടക്കുകയാണ്. ഇപ്പോൾ BJP എൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈ ചേറ്റക്ക് പരമനാരിക്ക് എന്ത് പറയാൻ പറ്റൂ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്യാൻ എടുക്കുകയാണ്. പരനാരി, ഇതുപോലത്തെ പരനാരി PC ജോർജിനെ കൊണ്ടുവന്ന പോലെ കെടുഞ്ഞു തന്നെ. അപ്പോൾ 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഉറക്ക് കിട്ടൂല. അതുകൊണ്ട് മാത്രം പറയാണ്, അവിടെ ഷിറ്റ് ഗോപി എനിമേൽ സൂക്ഷിക്കാൻ, വേണ്ടാത്തത് പറയരുത്, പറയുന്നത് അനുസരിക്കാൻ. ഇയാളൊരു MP ആണ്. വെറുതെ തൊള്ളക്ക് തോന്നിയത് കോതക്ക് പാട്ടെന്ന് പറഞ്ഞ് എന്തും പറയാൻ പാടില്ല. മാസലാമ ബായ്.